തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക്. KS ശബരിനാഥനെതിരെ മുൻ BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷിനെ മത്സരിപ്പിക്കാൻ സാധ്യത. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. വീണ്ടും അലക്സ്, വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്നലെ കോൺഗ്രസിന്റെ 48 സ്ഥാനാർത്ഥികളെ ചുമതലയുള്ള K മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥന്റെ അടക്കം പേരുകളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതിൽ KS ശബരിനാഥൻ കവടിയാറിൽ മത്സരിക്കാനാണ് തീരുമാനം. കവടിയാറിൽ BJP മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മുൻ ജില്ലാ അധ്യക്ഷനായ VV രാജേഷിനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ കവടിയാറിൽ ശ്രദ്ധേയമായ മത്സരമായി മാറും. അത് മാത്രമല്ല, BJPയുടെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വാർഡ് തലങ്ങളിൽ നിന്ന് 3 പേരുടെ പട്ടിക BJP ജില്ലാ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനി ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തലിന് ശേഷം സംസ്ഥാന അധ്യക്ഷന്റെ കൂടി അംഗീകാരത്തോടെയായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ കൌൺസിലർമാരായിരുന്നവർ ഇപ്പോഴും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേരുകാർ VV രാജേഷ്, മഹേശ്വരൻ നായർ, ഇനി ഒപ്പം കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ BJPയിലേക്ക് എത്തിയ തമ്പാനൂർ സതീഷ്, MR ഗോപൻ, കരമന അജിത്ത്, VV ഗിരി, SKP രമേശ്, പാപ്പനങ്കോട് സജി, സിമി ജ്യോതിഷ്, ആശാനാഥ്, മഞ്ജു GS തുടങ്ങിയവർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അവരെ കളത്തിലിറക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത്. 71 വാർഡുകളിൽ BJPക്ക് സ്വാധീനമുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതിൽ നിന്നാണ് കർശനമായി ഭരണം നേടുന്നതിന് പിടിക്കേണ്ട 51 സീറ്റുകളെ സംബന്ധിച്ച്, വാർഡുകളെ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. എന്താണെങ്കിലും കനത്ത മത്സരമായിരിക്കും BJP നടത്താൻ പോകുക. നഗരസഭ പിടിക്കാൻ സംസ്ഥാന നേതാക്കളെ കൂടി കളത്തിലിറക്കാൻ BJP ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് തിരുവനന്തപുരം നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത്. അതുമാത്രമല്ല, നേതാക്കളുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ 5-ാം തീയതി മുതൽ ഈ കോർപ്പറേഷന്റെ വിവിധ ഇടങ്ങളിൽ പദയാത്രകൾ കൂടി ആരംഭിക്കുന്നുണ്ട്. ആ പദയാത്രകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കോർപ്പറേഷനുള്ളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന സംസ്ഥാന നേതാക്കളാണ് ആ പദയാത്രകൾ നയിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് പദയാത്ര സംഘടിപ്പിക്കും. V മുരളീധരൻ കഴക്കൂട്ടം മേഖലയിലായിരിക്കും മുരളീധരൻ പദയാത്ര നടത്തുക. ജനറൽ സെക്രട്ടറിയായ S സുരേഷ് കോവളവും നേമം കൂടി ഉൾപ്പെടുന്ന മേഖലയിൽ S സുരേഷ് പദയാത്ര സംഘടിപ്പിക്കും. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥ R ശ്രീലേഖ തിരുവനന്തപുരം സെൻട്രലായിരിക്കും പദയാത്ര സംഘടിപ്പിക്കുക. VV രാജേഷ് വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ച് പദയാത്ര നയിക്കും. തിരുവനന്തപുരം ജില്ലാ, അതായത് സിറ്റി ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ച് പദയാത്ര നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. എന്താണെങ്കിലും കനത്ത മത്സരത്തിലേക്ക് BJP കൂടി കടക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാകുന്നു. ഇനി ND, അതായത് ഘടകകക്ഷികൾക്ക് നൽകുന്ന സീറ്റുകളെ സംബന്ധിച്ച് കൂടി ധാരണയാകാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.